എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ആണല്ലോ, ഇതിപ്പോൾ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരുടെ വീട്ടിലും കിട്ടും. അപ്പോൾ ആ ഇഡ്ഡലി മോസ്റ്റ്ലി ഒരു 60% വീട്ടിലുള്ള ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ അത് ബാക്കി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നൊരു സൂപ്പർ സാലഡ് ഒന്ന് ഉണ്ടാക്കിക്കളാം. ഞാൻ ഇടാൻ പോകുന്നത് ക്യാപ്സിക്കം ഇടും, മാതളം, പിന്നെ കളർ ക്യാപ്സിക്കം ആണ്, യെല്ലോ ഉണ്ട്, നമുക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ അതേമാതിരി ക്യാരറ്റ്, പിന്നെ തക്കാളി, പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് മാതളം. മാതളം മസ്റ്റാണ്. സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ട ഐറ്റം തന്നെയാണ് ഹണി, പിന്നെ നമ്മൾ ജീരകം പൊടിച്ചതാണ്, പിന്നെ ഉപ്പും പിന്നെ തൈരും, അത് മാത്രം മതി. ഈ ഇഡ്ഡലി ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വിടുകയാണ്. ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. തക്കാളി, പിന്നെ ക്യാരറ്റ്, 2 കളർ ക്യാപ്സിക്കം, അത് ഇടുകയാണ് നമ്മൾ ഈ ബോളിലോട്ട് കേട്ടോ. എല്ലാ ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ഐറ്റം തന്നെയാണ് ഇടുന്നത്. ആദ്യം തൈര്, ഒരു ബോൾ തൈരാണ് ഞാൻ എടുത്തത്, പിന്നെ ശകലം ജീര പൗഡർ, പിന്നെ ശകലം ഉപ്പ്, ശകലം മതി, പിന്നെ 2 സ്പൂണ് ഹണി. ഇങ്ങനെ അതിന് മൂന്നിനെ ജനലി ഇങ്ങനെ മിക്സ് ചെയ്യണം. കണ്ടല്ലോ, മിക്സ് ചെയ്യാം. അതൊക്കെ ഹണി മിക്സ് ആവില്ല. അപ്പോൾ കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മൾ ഈ വെജിറ്റബിൾ ഇങ്ങനെ പതുക്കെ മെല്ലെ അങ്ങനെ ആഡ് ചെയ്യാം. ഇഡ്ഡലിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കണ്ട ക്രിസ്പി ആയിട്ട് ആ വിഴുമ്പോൾ തന്നെ ആ സൗണ്ട് കേട്ടോ, ക്രിസ്പി കൂറുന്നുള്ള സൗണ്ടാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സാലഡ് ഡ്രസ്സിങ് മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ആവുകയാണ്. കണ്ടല്ലോ, ഈ മാതളം നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇടുകയാണ്. മാതളം അങ്ങനെ ഇതെങ്ങനെ അങ്ങനെ നമ്മൾ. അപ്പോൾ ഞാൻ ഫ്രൈഡ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, കുറച്ച് മാതളവും പിന്നെ ക്യാരറ്റും.